ഇത് ഉത്സവപ്പറമ്പിലെ വെടിക്കെട്ട് പൂരമല്ല. വയനാട്ടിൽ ഒരു ഫുട്ബോൾ മൈതാനിയിൽ ആവേശത്തിരയിളക്കിയുള്ള ഒരു ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ തുടക്കമാണിത്. എല്ലാവർക്കും ഗസാലി ട്രിപ്സിൻ്റെ ഒരു വ്യത്യസ്തമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നാട്ടിൽ പോയ സമയത്താണ് നമ്മൾ അറിഞ്ഞത്, നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് വെള്ളമുണ്ട 84 എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ സെവൻസ് ഫുട്ബോളിൻ്റെ ആരവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഒരു കളി പോയിട്ട് കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് നീങ്ങി. അപ്പോൾ നാട്ടിൽ ഈ സമയത്ത് സെവൻസ് ഫുട്ബോളിൻ്റെ ഒരു വലിയ ആരവം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ പരിപാടിൻ്റെ പേരും ആരവം എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇത് സ്റ്റേഡിയത്തിൻ്റെ ഒരു ചിത്രമാണ്. നമ്മുടെ വീഡിയോ ഇവിടെ ആരംഭിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ 84 എത്തി. ഇതാ ഈ സ്റ്റേഡിയത്തിൻ്റെ അകത്താണ് കളി നടക്കാൻ പോകുന്നത്. സ്റ്റേഡിയം കെട്ടിയുണ്ടാക്കിയതാണ് തൽക്കാലത്തേക്ക്. സ്റ്റേഡിയം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്ത് ചെറിയൊരു ചായക്കട വേണം. ആ ചായക്കടയാണ് ഇത്. സമയം ഏതാണ്ട് 8:30 മണി ആയതേ ഉള്ളൂ. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞാലാണ് കളി തുടങ്ങുക. 1 മണിക്കൂർ കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ ചെറിയൊരു കാപ്പിയും ചെറിയൊരു പത്തിലൊക്കെ ആയിട്ട് കഴിച്ചു. അതിൻ്റെ കൂടെ നമ്മുടെ സൈസാറുണ്ട്, മുട്ടിൽ കോളേജിലെ പ്രൊഫസറാണ്. അപ്പോൾ നമ്മളിനി സ്റ്റേഡിയത്തിലേക്ക് കയറുകയാണ്. ഈ ഭാഗത്താണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. ടിക്കറ്റ് കൗണ്ടറൊക്കെ പിറകു വശത്താണ്. അഡൽസിന് ഏതാണ്ട് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപ എന്നുള്ള രൂപത്തിലാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ അഡൽസിന് 50 രൂപയുടെ 2 ടിക്കറ്റ് നമുക്ക് വീണ്ടെടുക്കാം. കുട്ടികൾക്ക് 20 രൂപയാണ്. ഏതാണ്ട് 5000 ആളുകളെ ഉൾക്കൊള്ളാവുന്ന വലിയ സ്റ്റേഡിയമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറാനുള്ള പരിപാടിയാണ്. കളി തുടങ്ങാനാവുന്നേ ഉള്ളൂ. ഏതാണ്ട് 1 മണിക്കൂറോട് സമയം ബാക്കിയുണ്ട്. തിരക്കൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു. ഇന്നലെ ഫിഫ മഞ്ചേരിയുടെ കളിയൊക്കെ ഉണ്ടായതുകൊണ്ട് സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്കാൾ ആളുകളുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഇന്ന് ചെറിയ രൂപത്തിലുള്ള തിരക്കേ ഉള്ളൂ. നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് നീങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ആരവം 19 എന്നുള്ള പേരിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റാണ്. കയർ ചാരിറ്റബിൾ ട്രസ്റ്റും ചാൻസലേഴ്സ് ക്ലബ്ബ് വെള്ളമുണ്ടയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്തേക്ക് കയറാൻ പോവുകയാണ്. സ്റ്റേഡിയത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കവാടമാണിത്. ചെറിയ രൂപത്തിലുള്ള റഷേ ഉള്ളൂ. കാരണം മത്സരം തുടങ്ങാൻ ഇനിയും ഏതാണ്ട് ഒരു 19 മിനിറ്റിൻ്റെ സമയം കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ അകത്തേക്ക് കയറി അപ്പോൾ ഇതാണ് സ്റ്റേഡിയത്തിൻ്റെ ഒരു ഫസ്റ്റ് വ്യൂ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നേരത്തെ എത്തിയത് കൊണ്ട് നമുക്ക് നല്ല സീറ്റ് നോക്കിയിട്ട് ഇരിക്കാൻ പറ്റും. വലിയ തിരക്കൊന്നും തുടങ്ങിയിട്ടില്ല. സ്റ്റേഡിയം നിറഞ്ഞ് കവിയാറുണ്ട് എല്ലാ ദിവസവും എന്നാണ് നമ്മൾ കേട്ടത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. നല്ല സ്ഥലം നോക്കി നമുക്ക് ഇരിക്കാം. അപ്പോൾ സ്റ്റേഡിയത്തിൽ നല്ലൊരു സീറ്റ് നോക്കിയിരുന്നു. നല്ല ചെറിയ പാട്ട് അവിടുന്ന് പാടുന്നുണ്ട്. ഇതുപോലുള്ള ചെറിയ കച്ചവടക്കാർ നീങ്ങുന്നുണ്ട്. സ്റ്റേഡിയം ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആ സമയത്താണ് നമ്മുടെ നാട്ടുകാരായിട്ടുള്ള നമ്മളെ ചങ്കുകൾ ഇവിടെ ഇരിക്കുന്നത്. ഇവർ നിങ്ങളൊരു എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജ് പരിപാടികളൊക്കെ നടക്കുന്നത്. ഇത്രയും വലിയൊരു ട്രോഫിയാണ്. സംഗതി ഇവിടുന്ന് സെറ്റിട്ട് പാട്ട് പാടിയതല്ല കേട്ടോ. ഇവിടെ ആളുകൾ ലൈവായിട്ട് ഓർക്കസ്ട്രയല്ല കരോക്കെ വെച്ച് ഗാനമാല വയ്ക്കുകയാണ്. അപ്പോൾ ആ പാട്ടുകളാണ് നമ്മൾ പുറമേ നിന്ന് കേൾക്കുന്നത്. ഞാൻ വിചാരിച്ച എന്തോ ഒരു CD കേസറ്റ് എന്തോ ഇട്ടതാണെന്നാണ്. ഇതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇതാണ് ആ വലിയ കാണുന്ന ട്രോഫിയാണ് വിജയികൾക്കുള്ള ട്രോഫി. ഇപ്പോൾ കണ്ടോ, ഇന്ത്യൻ താരങ്ങളൊക്കെ വെച്ച് നമുക്ക് ഫ്ലെക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫുട്ബോളിൽ ഇന്ത്യൻ താരങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഫ്ലെക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ISL വന്നതോടുകൂടിയുള്ള ഒരു ഉപകാരം എന്ന് എനിക്ക് തോന്നുകയാണ്. മൊത്തത്തിൽ പ്രൊഫഷണലാണ്. കുട്ടികളൊക്കെ ഇത് യൂണിഫോമിൽ നമ്മുടെ ബോൾ പെറുക്കാനും മറ്റും ഉള്ള കുട്ടികളായിരിക്കും. എന്നാലും അവർക്കൊരു പ്രത്യേക യൂണിഫോമൊക്കെ കൊടുത്ത് അവിടെ സ്റ്റേജിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇരുത്തിയിട്ടുണ്ട്.
ഒന്ന് റൗണ്ട് അടിച്ച് തിരിച്ച് നമ്മൾ ആദ്യം ഇരുന്ന പോസ്റ്റിൻ്റെ ബാക്കിലായിട്ടുള്ള സീറ്റിലേക്ക് തന്നെ വന്നു. ഏതാണ്ട് ഗാലറി ഫുള്ളായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വലിയൊരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഉള്ളത്. ഇന്ന് അരീക്കോടിൻ്റെ കളിയാണ്. അരീക്കോടും അതോടൊപ്പം കോഴിക്കോടുള്ള മറ്റൊരു ടീമാണ് ഇന്നത്തെ കളി എന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ആ കളിക്ക് വേണ്ടി ആകാംക്ഷയോട് കാത്തിരിക്കുന്ന കാണികളാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ കളി നിയന്ത്രിക്കുന്ന റഫറിമാർ എത്തിയിട്ടുണ്ട്. കളിക്കാർ ഇതുവരെ സ്റ്റേഡിയത്തിലേക്ക് വന്നിട്ടില്ല, ഗ്രൗണ്ടിലേക്ക് വന്നിട്ടില്ല. നമ്മുടെ കളി നിയന്ത്രിക്കുന്ന റഫറിമാരാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കളി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളാണ്. അപ്പോൾ അംഗീകാരമുള്ള ടീമുകൾ മാത്രമേ ഇതിൽ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതോടൊപ്പം അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുള്ള റഫറിമാരുമായിരിക്കും സ്വാഭാവികമായിട്ടും അത് നിയന്ത്രിക്കാൻ വരുന്നത്. ഇപ്പോൾ ഇതാ ഒരു ടീം സ്റ്റേഡിയത്തിലേക്ക് ഗ്രൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ കോഴിക്കോട് ഉള്ള ടീമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഗ്രൗണ്ടിലേക്ക് പരിശീലനത്തിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ കടലയും ഇഞ്ചിമുട്ടായി അങ്ങനത്തെ ചെറിയ ചെറിയ പലഹാരങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരാണ്. പോപ്കോണൊക്കെ വിൽക്കുന്ന കച്ചവടക്കാരാണ്. താരതമ്യേന നല്ല കച്ചവടം ഉണ്ട് അവർക്ക്. ഇപ്പോൾ ഏറെക്കുറെ സ്റ്റേഡിയം ഫുള്ളായിട്ടുണ്ട്. 5000 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ പല ദിവസങ്ങളിലും ഇതിൽ 7000ഉം 8000 ആളുകൾ ഇരുന്നിട്ടുണ്ട് എന്നാണ് ഇവർ തന്നെ വിറ്റ ടിക്കറ്റുകളുടെ കണക്ക് വെച്ച് പറയുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ തയ്യാറെടുപ്പിലാണ്. മത്സരം ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ആരംഭിക്കും എന്നുള്ള ചെറിയ അനൗൺസ്മെൻറ്റൊക്കെ അവിടുന്ന് വന്നിട്ടുണ്ട്. ഇരു ടീമുകളും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി നമ്മുടെ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ടീമുകൾ പരിശീലനത്തിന് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ് ഈ ഒരു സമയം. കാരണം ഞാൻ ഇവിടെ ചെറുപ്പത്തിൽ ഗോൾ കീപ്പറൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. ആ സമയത്ത് കളിക്കാനൊക്കെ സെവൻസ് ഫുട്ബോളിനൊക്കെ പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇങ്ങനെയുള്ള ഒരു സമയം വല്ലാതെ നെഞ്ചിടിപ്പുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് അവിടെയുള്ള ഹോം ടീമിനെതിരെയൊക്കെ ആണെങ്കിൽ ഞാൻ മേപ്പാടി ഒരു ഭാഗത്ത് കളിക്കാൻ പോയപ്പോൾ ഹോം ടീമിനെതിരെയായിരുന്നു മത്സരം. ആ സമയത്ത് വല്ലാതെ അന്ന് ആ മത്സരം ഞങ്ങൾ 2-0 തോറ്റു. എങ്കിലും ഈ ഒരു സമയം വല്ലാത്ത ഒരു നൊസ്റ്റാൾജിയാണ്. ഇരു ടീമുകളും ഇപ്പോൾ നല്ല പ്രാക്ടീസ് തുടങ്ങുകയാണ്. മത്സരം തുടങ്ങാനുള്ള ഏതാണ്ട് തയ്യാറെടുപ്പുകളൊക്കെ ആയി. ടൂർണമെൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത ഏതാണ്ട് 5 വീടുകൾ ഇതിലുള്ള ലാഭം വെച്ചിട്ട് ഇതിൻ്റെ സംഘാടകർ നിർമ്മിച്ച് നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതെന്ത് പറഞ്ഞാലും അത് അഭിനന്ദിക്കാതെ വയ്യ. ഈ ഒരു നല്ലൊരു സൽപ്രവൃത്തിക്ക് ജനങ്ങൾ വല്ലാത്ത ഒരു സപ്പോർട്ടാണ് കൊടുക്കുന്നത്. മത്സരം തുടങ്ങുന്നതിന് മുമ്പുള്ള ചെറിയ വെടിക്കെട്ട് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കത് കുറച്ച് നേരം ആസ്വദിക്കാം. ₹50 മുടക്കി കളി കാണുന്നവർക്ക് ഈ വെടിക്കെട്ട് പൂരം കണ്ടാൽ തന്നെ ഏതാണ്ട് ടിക്കറ്റ് മുതലാവും. അങ്ങനെ പരമാവധി കൊഴുപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഈ സംഘാടകർ ഇതിൻ്റെ ഭാഗമായിട്ട് കൊഴുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ കേട്ടതുപോലെയുള്ള ചെറിയ ഓർക്കസ്ട്ര വെച്ചിട്ടുള്ള ചെറിയ ഒരു മിനി ഗാനമേളയൊക്കെ അവർ സംഘടിപ്പിച്ചത്. അപ്പോൾ നമ്മൾ വെടിക്കെട്ട് പൂരം കുറച്ച് നേരം ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ നമ്മളെ മത്സരം ആരംഭിച്ചിട്ടുണ്ട്. വളരെ വാശിയേറിയ മത്സരമാണ്. മഞ്ഞ ജേഴ്സിയിലുള്ളത് അരീക്കോട് ടീമും ചുവന്ന ജേഴ്സിയിലുള്ളത് കോഴിക്കോട് ക്ലബ്ബ് ടീമുമാണ്. അപ്പോൾ അവർ തമ്മിലുള്ള വാശിയേറിയ മത്സരം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇന്ന് കാണികൾ അധികവും അരീക്കോടിനെ സപ്പോർട്ട് ചെയ്യുന്ന കാണികളാണ് ഇന്ന് കൂടുതലുള്ളത്. അപ്പോൾ മത്സരം ഏതാണ്ട് അവസാനിക്കാറായി. ഇപ്പോൾ നിലവിലുള്ള സ്കോർ നില 3-1. 3-1 അരീക്കോട് ടീം വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ മത്സരം കൂടുതലൊന്നും കാണിച്ചു തരുന്നതിൽ അർത്ഥമില്ലല്ലോ എന്നുള്ളത് മാത്രമല്ല, കളി നടക്കുമ്പോൾ ഷൂട്ട് ചെയ്യുന്നതിലുള്ള അനൗചിത്യമുള്ളതുകൊണ്ട് നമ്മൾ ക്യാമറ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ മത്സരം അവസാനിച്ചു. 3-1 അരീക്കോട് ടീം വിജയിച്ചു. അപ്പോൾ കാണികളൊക്കെ പതിയെ ഇറങ്ങി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ മത്സരം അവസാനിച്ച് ആരാധകരും കാണികളൊക്കെ കൂട്ടമായി തിരിച്ച് പോവുകയാണ്. നമ്മൾ കുറേ ദൂരെയാണ് വണ്ടി പാർക്ക് ചെയ്തത്. അത് വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കമായിട്ട് സീസാർ കുറേ ദൂരെയാണ് വണ്ടി നിർത്തിയത്. കുറച്ച് കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗ് കിട്ടില്ല, ഭയങ്കര റഷായിരിക്കും എന്നൊക്കെ. അങ്ങനെ നമ്മുടെ വണ്ടി എടുത്ത് ഈ ആരവത്തിൻ്റെ വലിയ ഗേറ്റും കിടന്ന് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എനിവേ, ഇന്നത്തെ ഗസാലി ട്രിപ്സിൽ ഈ സെവൻസ് ഫുട്ബോൾ മേളയുടെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുകയാണ്. കൂടുതൽ നാട്ടുവിശേഷങ്ങളും മറ്റ് ട്രിപ്പിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.